അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 18 ഭാഗം 3. വിഷയം കുട്ടികളിലെയും മുതിർന്നവരിലെയും അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം. ഇതാണ് നമ്മുടെ വിഷയം. 2 ഭാഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞതാണ്. ഇതിൽ നാം പ്രതിപാദിച്ചത് കുട്ടികളുടെ വിഷയങ്ങളാണ്. 3-ാമത്തെ ഭാഗത്തിലും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 4-ാം ഭാഗം മുതൽ മുതിർന്നവരുടെ അനുസരണമില്ലായ്മയാണ് പറയാൻ ഉള്ളത്. ഈ 2 ഭാഗങ്ങളിലൂടെ നാം പറഞ്ഞു കഴിഞ്ഞു കുട്ടികളിലെ അനുസരണമില്ലായ്മ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അത് മക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും നാം ചെയ്യേണ്ടത് അവരുടെ മാനസികമായിരിക്കുന്ന അവസ്ഥ അറിയലാണ്. മാനസികമായിരിക്കുന്ന അവസ്ഥകൾ അറിയാൻ അവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, അവരുടെ സ്വഭാവ രൂപങ്ങൾ, സംസാരങ്ങൾ, അവരുടെ പെരുമാറ്റ ശൈലികൾ, സംസാരം, ഇതെല്ലാം നമുക്ക് കണ്ടാൽ അറിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുട്ടികളോട് പെട്ടെന്ന് അങ്ങോട്ട് ഇടപഴകാൻ കഴിയില്ല. അവരുടെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ അവസ്ഥകൾ അറിയാതെ നാം അവരുമായി ഇടപഴകി, പക്ഷേ നാം പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവർ സ്വീകരിക്കണമെന്നില്ല. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? കുട്ടികളോട് നാം അങ്ങോട്ട് ഇടപഴകുമ്പോൾ കുട്ടികൾ തിരിച്ച് ഇങ്ങോട്ടും അവരുടെ ആളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നവർക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ മാത്രമാണ് കുട്ടികൾ അവരുടെ കാര്യങ്ങൾ മാതാപിതാക്കളോടായാലും അധ്യാപകരോടായാലും മുതിർന്നവരോടൊക്കെ പറയാവുള്ളൂ. ഇല്ലെങ്കിലോ അവരൊന്നും പറയില്ല. ഒരു കളിയാക്കുന്ന പോലെ ഒരു നോട്ടം, അല്ലേ? ഉണ്ടോ അനുഭവം അങ്ങനെ? നമുക്ക് കളിയാക്കുന്ന പോലെ ഒരു നോട്ടം, അതേപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംസാരം, അല്ലേ? ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? മുതിർന്നവരായിരിക്കുന്ന ആളുകളെ കുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. അതതിൻ്റെ കാരണം. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഉപ്പയല്ലേ, ഞാൻ വാപ്പയല്ലേ, ഞാൻ അച്ഛനല്ലേ, ഞാൻ അധ്യാപകനല്ലേ, ഞാൻ ഉസ്താദല്ലേ, ഞാൻ അവൻ്റെ ഉസ്താദല്ലേ, അതല്ലെങ്കിൽ ഞാൻ അവൻ്റെ മാഷല്ലേ, ടീച്ചറല്ലേ, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടികളുടെ അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറിയാൽ മാത്രമേ ടീച്ചറായാലും മാസ്റ്ററായാലും ഉസ്താദായാലും അധ്യാപകനായാലും അച്ഛനായാലും വാപ്പയായാലും ഉമ്മയായാലും ഒക്കെ അവർ അനുസരിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ അവർ നവർമയിലായി തള്ളിക്കളയും. പിന്നീട് എൻ്റെ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഖേദിച്ചിട്ട് ഫലം ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് നാം പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത് കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞ് പ്രവർത്തിക്കുക, അങ്ങനെ അറിഞ്ഞുകൊണ്ട് പെരുമാറുക. എന്നാൽ മാത്രമാണ് കുട്ടികളിലെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അവരെ നേർമാർഗത്തിലേക്ക് നയിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ഈ ഭാഗത്തോടുകൂടി കുട്ടികളിലെ അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാമെന്ന് നാം കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അത് കേൾക്കുക, മനസ്സിലാക്കുക, വിവരങ്ങൾ പറയുക, സംശയങ്ങൾ ചോദിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.